പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോപാൻ ജോഷി എഴുതിയ ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന ഈ ലേഖനം ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസമായ പെലെയ്ക്കു ലഭിച്ച കളിയുടെ രാജാവ് എന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിജയമെന്നത് കഠിനാധ്വാനം, സ്ഥിരത, ത്യാഗം, ചെയ്യുന്ന കാര്യത്തോടുള്ള സ്നേഹം എന്നിവയുടെ ഫലമാണെന്ന് പെലെയുടെ ഉദ്ധരണി ഈ ലേഖനത്തിന് ആമുഖമാകുന്നു. ടീം ഗെയിമായ ഫുട്ബോളിൽ ജയവും തോൽവിയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിർണയിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം എങ്ങനെയാണ് രാജാവ് എന്ന് വിളിക്കാൻ കഴിയുക എന്ന ചോദ്യം ലേഖകൻ ഉന്നയിക്കുന്നു. 2022 ഡിസംബർ 29 അദ്ദേഹം അന്തരിച്ചുവെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് 50 വർഷം മുൻപ് വിരമിച്ച അദ്ദേഹത്തിന് ബ്രസീൽ നൽകിയ 13 കിലോമീറ്റർ നീണ്ട ശവഘോഷയാത്ര അദ്ദേഹത്തിന്റെ അസാധാരണമായ മഹത്വത്തെയും താരപരിവേഷത്തെയും അടിവരയിടുന്നു. മറഡോണയെപ്പോലുള്ള മറ്റു മഹാരഥന്മാരുണ്ടായിട്ടും ലോകം പെലെയ്ക്ക് നൽകിയ ഈ അതുല്യമായ സ്ഥാനം എന്തുകൊണ്ടാണ് എന്നതാണ് ലേഖനത്തിന്റെ പ്രധാന ചിന്താവിഷയം. ഇനി ലേഖനത്തിന്റെ പരിഭാഷ നോക്കാം. വിജയമെന്നത് യാദൃച്ഛികമായൊരു സംഭവമല്ല, അത് കഠിനാധ്വാനം, സ്ഥിരത, പഠനം, ത്യാഗം, എല്ലാറ്റിനുമുപരി നിങ്ങൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ ഉള്ള സ്നേഹമാണ്. സോപാൻ ജോഷി എഴുതിയ ലേഖനം. ഫുട്ബോൾ എന്തെങ്കിലും ഒരു രാജ്യമാണോ അതിനൊരു രാജാവുണ്ടാകാൻ? 11 കളിക്കാരുടെ 2 ടീമുകൾ കളിക്കുകയും മാനേജറും പരിശീലകനുമുണ്ടാവുകയും ചെയ്യുന്ന ആ കളിയിലെ ഒരു കളിക്കാരൻ എങ്ങനെയാണ് ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത്? വിജയിക്കുന്നതുകൊണ്ടാണോ? എന്നാൽ ജയവും തോൽവിയും വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. പലപ്പോഴും വളരെ മികച്ച ഷോട്ടുകൾ പോലും ഗോളായി മാറുന്നില്ല. അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകൾ കാരണം ടീമുകൾ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഫുട്ബോളർ പെലെയെ എന്തിനാണ് കളിയുടെ രാജാവെന്ന് വിളിക്കുന്നത്? 2022 ഡിസംബർ 29 അദ്ദേഹം 82 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. ബ്രസീലിൽ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര 13 കിലോമീറ്റർ നീളമുള്ളതായിരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം 50 വർഷം മുൻപും ക്ലബ്ബ് കളികളിൽ നിന്ന് 1977 വിരമിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തും അതിനുശേഷവും ഒട്ടനവധി അത്ഭുതകരമായ കളിക്കാർ ഉണ്ടായിട്ടുണ്ട്. അർജന്റീനയിൽ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയും പിന്നീട് ഡീഗോ മറഡോണയുമൊക്കെയുണ്ടായിരുന്നു. ഇനി എഴുത്തുകാരനെക്കുറിച്ച് നോക്കാം. സോപാൻ ജോഷി. ലേഖനമെഴുതിയത് സോപാൻ ജോഷിയാണ്. ജനനം 1973 ഒക്ടോബർ 20 മധ്യപ്രദേശിലെ ഇൻഡോറിൽ. രംഗം അദ്ദേഹം ഒരു പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനും എഡിറ്ററുമാണ്. പ്രധാന കൃതികൾ: ജൽ ഥൽ മൽ, ഏക് ഥാ മോഹൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.